ഔഷധ ഗുണമുള്ളൊരു പച്ചില. ഇതിൻ്റെ പേര് പെരുവില. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു ഔഷധ ചെടിയെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ആണ് കാണിക്കാനുള്ളത്. ഇതിൻ്റെ പേര് പെരുവില എന്ന് പറയും. ഈ പെരുവിലയ്ക്ക് ധാരാളം അല്ലെങ്കിൽ ഏറെ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വീണോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മുറിവ് പറ്റിയാൽ ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ് അതിൻ്റെ നീര് ആ മുറിവിലോട്ട് ഒഴിച്ചാൽ മതിയാവും. നല്ല രീതിയിൽ 2 ദിവസത്തിൽ തന്നെ അത് മുറിവ് കരിഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അത് മുറിഞ്ഞ് ഇത്തിരി മുറിവ് ആഴം കൂടി ഇത്തിരി രക്തം ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തളിര് ഉണ്ടോ, ഈ തളിരിനെ ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞരടിയിട്ട് നമ്മൾ ഇങ്ങനെ മൂക്കിലോട്ട് വിരൽ കൊണ്ടൊന്ന് ഞരടി നമ്മൾ മൂക്കിലോട്ടൊന്ന് പിടിച്ചാൽ മതി. രക്ത ഒഴുക്കെല്ലാം ഉടനെ അങ്ങ് നിൽക്കും. പിന്നെ അല്ലാതെ തന്നെ നമ്മളെ വീടുകളിൽ നമ്മൾ ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നടുവാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലോട്ട് ഇത് വളമായിട്ട് ചേർത്താലും നല്ല രീതിയിൽ പിന്നെ ചെടികൾ ഉണ്ടാകും. ചെടിയിൽ ചുവട്ടിൽ തണ്ടിൽ ഇലകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തണ്ട് തുരപ്പൻ എന്ന് പറയുന്നൊരു പുഴുവുണ്ട്. ആ പുഴുവിൽ നിന്നും രക്ഷ നേടാനും അല്ലെങ്കിൽ ചെടി നശിച്ചു പോകാതെ അത് നല്ല ഗുണമുള്ളതാണ്. അതുകൊണ്ട് ആളുകളിൻ്റെ ചുവട്ടിലോട്ട് പച്ചക്കറികളുടെ ചുവട്ടിലോട്ടൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഇലകൾ അല്ലെങ്കിൽ ഇതിനെ തന്നെ മുറിച്ച് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അതുകൂടാതെ സാധാരണ പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ ഒരു കൃഷി ഉണ്ടായിരുന്നു, വെറ്റില തോട്ടത്ത് അല്ലെങ്കിൽ വെറ്റില കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വളമാണിത്. അതായത് ഈ പച്ചിലയെ ഉണക്കിയിട്ടാണ് അതിൻ്റെ ചൂട്ടിലോട്ടിടുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെറ്റിലയ്ക്കാണ് അത്യാവശ്യമായിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ വെറ്റിലയൊന്നും ഇല്ലല്ലോ, ചില അപൂർവ സ്ഥലങ്ങളിൽ അത് കൃഷി ചൊല്ലൂ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ് പച്ചിലയാണിത്. അതുകൊണ്ട് സാധാരണ ഇത് നമ്മുടെ തൊടികളിലോ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് വളരുന്ന പച്ചിലയാണ്. നമ്മളത് അതിനെ കുറിച്ചുള്ള ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ഇത് നമ്മളൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക.